ഇനി ചെയ്യാനുള്ളത് എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഇനി അടുത്ത് ലീഡ് ക്യാമ്പയിൻ ആണ്. ഓക്കെ, ലീഡ് ക്യാമ്പയിൻ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഒരു ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫോമിലൂടെ ആളുകളെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നെയിം, കോണ്ടാക്ട് നമ്പർ, ലൊക്കേഷന്, അതുപോലെ ഏജ്, അവരുടെ ക്വാളിഫിക്കേഷൻ, എന്ത് വേണം നമുക്ക് അവരെ ലീഡായിട്ട് എന്തൊക്കെ വേണം, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവരേക്കൊന്ന് വാങ്ങിക്കാനുള്ള ഫോം ക്രിയേറ്റ് ചെയ്ത് കണ്ട് അതിലൂടെ എൻക്വയറി ചെയ്യിപ്പിക്കുന്നതാണ്, ക്യാമ്പയിൻ ചെയ്യുന്നതാണ് ലീഡ് ക്യാമ്പയിനിങ്. അവിടെ ഫോം വഴിയും ചെയ്യാം, അതല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം, വാട്സപ്പോ അല്ലെങ്കിൽ മെസ്സഞ്ചറൊക്കെ ഉപയോഗിച്ചിട്ട് ചാറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരേക്ക് ലീഡ് എടുക്കാം, കൺവേർഷൻ കൊടുക്കാം, നമ്മുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് കൺവേർഷൻ കൊടുക്കാം, കാൾ ബട്ടണും കൊടുക്കാം. ഓക്കെ, ദെൻ ഇത് ലീഡ്സ് സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ ടൈലോർഡും ഉണ്ടാവും, മാനുവലും ഉണ്ടാവും. അപ്പൊ ഞാൻ മാനുവൽ എടുക്കണ്ടേ, ഇത് എടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യും, ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ മാനുള്ളത്. ഞാനിവിടെ എന്ത് ചെയ്യണേ, മാനുവൽ കൊടുത്തു. ഫസ്റ്റ് വൺ ഇവിടെ ക്യാമ്പയിന് നെയിം കൊടുക്കണം. നെയിം ഞാൻ ഇപ്പൊ ഡ്രീം ഫിറ്റിന്റെ ഫണ്ട് ഉണ്ടാക്കും. ഡ്രീം ഫിറ്റ് ഡേറ്റ് 15/2/24. ഞാൻ നെയിം കൊടുത്തു, ആക്ഷൻ ബൈയിങ് ഇവിടെ കൊടുത്തു, പിന്നെ ലീഡ് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ക്യാമ്പയിൻ സ്പെൻഡിങ് ലിമിറ്റ്, അങ്ങനെ ലിമിറ്റ് ഒന്നും കൊടുക്കണില്ല. ബഡ്ജറ്റ് ഇവിടെ സെറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, ഇവിടെ ആഡ് സെറ്റിന് നെയിം കൊടുത്തു. ഇവിടെ കണ്ടോ, വെബ്സൈറ്റ് ഉണ്ട്, ഇൻസ്റ്റന്റ് ഫോം ഉണ്ട്, മെസ്സഞ്ചർ ഉണ്ട്. അതുപോലെ ഇൻസ്റ്റന്റ് ഫോം ആൻഡ് മെസ്സഞ്ചർ, ഇൻസ്റ്റന്റ് ഫോമും മെസ്സഞ്ചറും കൂടെ കൊടുക്കാം. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ലീഡ് സ്റ്റാർട്ടിങ് ചാറ്റ് ഓൺ ഇൻസ്റ്റഗ്രാമിൽ ഇവിടെ ചാറ്റ് ചെയ്തിട്ട് ലീഡ് വാങ്ങുക, കാൾ ബട്ടൺ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, ലീഡ് എടുക്കുക. അതുപോലെ ജനറേറ്റ് ലീഡ് ത്രൂ ആപ്പ്, മൊബൈൽ ആപ്ലിക്കേഷൻ വഴി എടുക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ഇൻസ്റ്റന്റ് ഫോം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിന്റെ മെയിൻ, ലീഡിലെ ഏറ്റവും മെയിൻ സാധനം ഇൻസ്റ്റന്റ് ഫോം ആണ്. അപ്പൊ ഡിഫാൾട്ട് ആയിട്ട് അതിനെ കെടുക്കുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ ഏത് പേജിലേക്കാണ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഫേസ്ബുക്ക് പേജ് ഇവിടെ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടാവും, വ്യൂ ടേംസ്. ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് വായിച്ചു നോക്കിയിട്ട് എഗ്രി ടേംസ് ആൻഡ് കണ്ടീഷൻ കൊടുക്കണം കേട്ടോ. അതായത് മറ്റുള്ള ആളുകളുടെ ഡാറ്റ നമ്മൾ എടുക്കുകയാണല്ലോ, അവരെ പേഴ്സണൽ ഡാറ്റ എടുക്കുകയാണ്. അപ്പൊ അതിനുള്ള ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ആണ്. അത് സബ്മിറ്റ് അടിക്കണം. അത് അടിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരും, ഓക്കെ യു ആക്സെപ്റ്റ് മെറ്റ ലീഡ്സ് ടേംസ് ആൻഡ് പേജ്. പിന്നെ ഇവിടെ ഉള്ള പെർഫോമൻസ് ഗോള്, ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് മാക്സിമം നമ്പർ ഓഫ് ലീഡ്, അതുപോലെ മാക്സിമൈസ് നമ്പർ ഓഫ് കൺവേർഷൻ. അപ്പൊ ഈ മാക്സിമൈസ് നമ്പർ ഓഫ് കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മാക്സിമം നമ്പർ ഓഫ് ലീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം ലീഡ് കിട്ടുക എന്നുള്ളതാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ മാക്സിമൈസ് നമ്പർ ഓഫ് കൺവേർഷൻ എന്ന് പറഞ്ഞാല്, ഇപ്പോ മാക്സിമം ലീഡ് നമുക്ക് 10 ലീഡ് കിട്ടുന്നുണ്ടെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് കൺവേർഷൻ എന്ന് പറഞ്ഞാല് ഈ 10 ലീഡില് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരെ മാത്രം ലീഡ് നമുക്ക് തരുള്ളൂ. അത് ഓട്ടോമാറ്റിക് ഫേസ്ബുക്ക് എന്ത് ചെയ്യണേ, അനലൈസ് ചെയ്ത് കണ്ട് തരണം. അപ്പൊ നമുക്ക് ലീഡിന്റെ കൗണ്ട് കുറയും, പക്ഷെ ആ ലീഡ് ക്വാളിറ്റി കൂടാൻ സാധ്യത ഉണ്ട്. മനസ്സിലായോ? ഡിഫറൻറ്റ് മനസ്സിലായോ? ഹലോ, പോയോ? മനസ്സിലായി. അപ്പോ മാക്സിമം നമ്പർ ഓഫ് ലീഡും ഉണ്ട്, മാക്സിമം നമ്പർ ഓഫ് കൺവേർഷനും ഉണ്ട്. കൺവേർഷൻ നമുക്ക് പ്രൈസ് കൂടും, ലീഡിന്റെ കൗണ്ട് കുറയും ചെയ്യും. മാക്സിമം നമ്പർ ഓഫ് ലീഡ് നമുക്ക് പേയ്മെന്റ് കുറയും ചെയ്യും, ലീഡ് കൗണ്ട് കൂടും ചെയ്യും. അപ്പൊ ഞാൻ മാക്സിമം നമ്പർ ഓഫ് ലീഡാണ് കൊടുത്തിട്ടുള്ളത്. പുതിയ ടിപ്പ് വന്നു. പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ്, നമ്മൾ ഒരു ലീഡിന് എത്ര കോസ്റ്റ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ബിഡ് ചെയ്യാം. ഒരു ലീഡിന് ഞാൻ ഇത്ര രൂപ ബിഡ് ചെയ്യാം. അപ്പൊ അത് ചെയ്യണമെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി എത്രയാണ് ലീഡ് കോസ്റ്റ് വരുന്നത് നമുക്ക് അറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലീഡ് പെർ കോസ്റ്റ് എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ബിഡ് ചെയ്യാം.
അതല്ലെങ്കിൽ നമ്മൾ വിടേണ്ടതില്ല. നമുക്ക് ക്യാമ്പയിൻ ചെയ്യുന്നതിന് ശേഷം അറിഞ്ഞിട്ട് ചെയ്താൽ മതി. ഉം. പിന്നെ നെക്സ്റ്റ് പോരാ ഡൈനാമിക് ക്രിയേറ്റീവ് എനേബിൾ ചെയ്ത് കൊടുക്കുക. അടുത്തത് ബഡ്ജറ്റ്. ബഡ്ജറ്റ് നമുക്ക് ഒന്നുകിൽ ക്യാമ്പയിനിൽ ചെയ്യാം, അല്ലെങ്കിൽ ആഡ് സെറ്റിൽ ചെയ്യാം, എവിടെയും ചെയ്യാം കേട്ടോ. അപ്പൊ ഒരു ലീഡ് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഡിഫാൾട്ട് ആയിട്ട് 800 രൂപയൊക്കെ കയറാൻ ബഡ്ജറ്റ് വരാം. 800 രൂപയ്ക്കാണ് അതിന്റെ എമൗണ്ട് വരാം. നമുക്ക് കുറച്ച് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കൊടുക്കാം. ഒരു 100 രൂപ, ഒരു 300 രൂപ ആക്കി കൊടുക്കാം. ഓക്കെ. അതുപോലെ സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡിങ് ഡേറ്റും ഉണ്ട്. മറ്റിനെ പോലെ തന്നെ ഒന്നും മാറ്റങ്ങളില്ല. അതുപോലെ ബഡ്ജറ്റ് ഷെഡ്യൂൾ ചെയ്യാം. എന്താ ലൈഫ് ടൈം ബഡ്ജറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈഫ് ടൈം ബഡ്ജറ്റ് ആണെങ്കിൽ ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യുക, ഏത് സമയത്തൊക്കെ ആഡ് റൺ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ലൈഫ് ടൈം ബഡ്ജറ്റ് 14,000 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത ലൊക്കേഷന്. ലൈഫ് ടൈം ബഡ്ജറ്റ് എന്താ? ലൈഫ് ടൈം ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് മുതൽ എന്ന് വരെ ക്യാമ്പയിൻ ചെയ്യണോ അതിനുള്ള ടോട്ടൽ എമൗണ്ട് 14,000 റുപ്യ. 14,000, 15,000, ഫെബ്രുവരി 15 മുതൽ മാർച്ച് 15 വരെ, ഒരു മാസം. ഇത് ഓട്ടോമാറ്റിക് വന്നാണ്. നമുക്ക് മാറ്റി നമുക്ക് എത്രയും കൊടുക്കാം. ഇപ്പൊ ഒരു മാസമാണ്. അപ്പൊ നമ്മള് ഒരു 3,000 റുപ്യ ഇട്ട് കൊടുത്താല് ഇപ്പൊ 100 രൂപ. ഉം. അപ്പൊ 2,400 സംതിങ് ആണോ ഒരു മാസം റൺ ചെയ്യാൻ? അപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാല് ലീഡ് ഇവിടെ 10 താഴെ കാരണം നമുക്ക് കൗണ്ട് ഉണ്ടാവില്ല. അപ്പൊ ലീഡിന്റെ കേസിൽ എന്ത് ചെയ്യണം, അത്യാവശ്യം എമൗണ്ട് വേണ്ടി വരും ഒരു ലീഡ് ക്യാമ്പയിൻ. എത്ര ആള് ഇതേപോലെ പരസ്യം ചെയ്യണ്ടല്ലേ? കോടികളല്ലേ ഓരോ ദിവസം കിട്ടുന്നത്. അത് ലക്ഷങ്ങള്. ഇപ്പൊ ഞാൻ മുമ്പ് വർക്ക് ചെയ്ത കമ്പനിയുണ്ട് കൊച്ചിയില്. അവിടെ ഒരു മാസം എന്തായാലും ഒരു 3 ലക്ഷം റുപ്യക്ക് ക്യാമ്പയിൻ ചെയ്യും. 3 ലക്ഷം റുപ്യ? ഫേസ്ബുക്കിൽ മാത്രം കേട്ടോ, വേറെ ഏതുമില്ല. ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിൽ മാത്രം ഒരു 2.5-3 ലക്ഷം റുപ്യ ബഡ്ജറ്റിൽ ക്യാമ്പയിൻ ചെയ്യും. എന്താണത്? അത് അബ്രോഡ് സ്റ്റഡി, AHZ അസോസിയേറ്റ്സ് എന്ന ഈ UK കൂട്ടർ പഠിക്കൂലേ? അബ്രോഡ് സ്റ്റഡിയാ? അതില് 30 ചില്ലാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫ് ഉണ്ടായിരുന്നു. അതില് ഇവിടെ ഇന്ത്യ അതില് മാത്രോ? അതിന് 30 ചില്ലാണ് ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഉണ്ട്. അതില് ഒരു 6 ആള് കൊച്ചിയില്, കൂടുതൽ ആള് ബംഗ്ലാദേശില്, കുറച്ച് ഫിലിപ്പൈനില്, ഈജിപ്ത്. അപ്പൊ ഇവരെ കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്തത് ഞാനാ. എത്ര ക്യാമ്പയിൻ ഉണ്ടാവും ലൈവ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 50-60 ക്യാമ്പയിൻ ലൈവ് എപ്പോഴും ഓടിക്കൊണ്ട് കേൾക്കാം. അത് ഡെയിലി മാനേജ് ചെയ്യണോ? ഇത് ഫുള്ള് മാനേജറാണ്. കട്ട പണിയാ. അത് ഒന്ന് പാളിയാ പൈസ പോകും. ഭയങ്കര ഡേഞ്ചർ പരിപാടിയായിരുന്നു. പക്ഷെ അപ്പൊ മറ്റുള്ള സ്റ്റാഫിനൊക്കെ എന്താ പണി? മറ്റുള്ള സ്റ്റാഫിന് ഇത് ക്രിയേറ്റ് ചെയ്യണ്ടേ ഓരോ ഏരിയയിൽ. ഇപ്പോ ബംഗ്ലാദേശിന്റെ ഓഡിയൻസിനെ, അതുപോലെ ഈജിപ്ത്, UK, പല രാജ്യങ്ങളിൽ ക്യാമ്പയിൻ, 24 രാജ്യങ്ങളിലുണ്ട്. 24 രാജ്യങ്ങളിൽ ക്യാമ്പയിൻ ചെയ്യണ്ടേ. അപ്പൊ ഓരോ ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്ത് കണ്ട് ഓരോരുത്തരും എന്ത് ചെയ്യും, ഓരോ കാറ്റഗറി ഭാഗത്ത് ക്യാമ്പയിൻ ചെയ്യും. പിന്നെ ഓരോ പോസ്റ്റ് ഉണ്ടാവും, അത് എൻഗേജ്മെന്റ് ചെയ്യും. ഒരു ഡെയിലി ഓൺലൈനിൽ കൂടെ ഡെയിലി എന്തുണ്ടാവും, പല കൺട്രി ബേസ് ചെയ്തിട്ടും പല ക്യാമ്പസിന്റെ ആളുകളായിട്ടുള്ള ലൈവ് സെഷൻ ഉണ്ടാവും. അപ്പൊ അതിൽ സ്പോട്ട് അഡ്മിഷനാണ്. കാരണം ഇവിടെ കൊച്ചിയിൽ മാത്രം ഓർക്ക് 10-70 മറ്റേ ഇതുണ്ട്, ടെലികാളേഴ്സ് ഉണ്ട്, കൗൺസിലേഴ്സ്. ഓർക്ക് ടോട്ടൽ 100 സംതിങ് ടെലികാളേഴ്സ് ഉണ്ട്. ഈ 100 സംതിങ് ടെലികാളേഴ്സിനും ഡെയിലി എന്താണ്, രാവിലെ ഓല് വരുമ്പോൾ ലീഡ് വേണം. അപ്പൊ ഒരു 1,500-2,000 ലീഡ് ഒരു ദിവസം കളക്ട് ചെയ്യണം. ഏത് കൊല്ലാണ്? കഴിഞ്ഞ വർഷമല്ല, അതിന് മുമ്പത്തെ വർഷം. കൊറോണക്ക് ശേഷം? എങ്ങനെ? കൊറോണക്ക് ശേഷം. കൊറോണക്ക് ശേഷം, കൊറോണ കഴിഞ്ഞേക്കിന് ലാസ്റ്റ് ടൈമില്. എന്നിട്ട് എന്താ കമ്പനിയുടെ പേര്? AHZ അസോസിയേറ്റ്സ്. AHZ അസോസിയേറ്റ്സ് പറഞ്ഞാല് അത് ബംഗ്ലാദേശാണ് അതിന്റെ മെയിൻ മദർ ഏരിയ. ഇതാണ് കമ്പനി. ഇവർക്ക് ഒരുപാടുണ്ട്. അതെത്തും, കാരണം ഇത്രയും സ്റ്റാഫ് അത്രയും വർക്ക് ചെയ്യണ്ടല്ലേ. ഇത് നമ്മളൊന്നും കേട്ടിട്ടില്ല. ഇതുപോലെ ഇത് കൊച്ചിയിലാണ് മെയിന്. പക്ഷെ ഇപ്പൊ മലപ്പുറം പെരിന്തൽമണ്ണ ഒരു സ്റ്റാർട്ട് ചെയ്ത് തോന്നുന്നു. പെരിന്തൽമണ്ണ തുടങ്ങിയപ്പോ പുതിയത്. കേരളത്തിൽ തന്നെ ഇപ്പൊ 3-3 കോട്ടയത്ത്, കൊച്ചിയില്, പെരിന്തൽമണ്ണ, അതുപോലെ കാസർഗോഡ് ഭാഗത്ത് 4 കേരളത്തിൽ തന്നെ തുടങ്ങി. ഇന്ത്യയിൽ മുംബൈ, ചെന്നൈ, ഡൽഹി,
അങ്ങനെ കുറെ സ്ഥലത്തുണ്ട്. പിന്നെ ഇന്ത്യയുടെ പുറത്ത് ബംഗ്ലാദേശ്, അങ്ങനെ കുറെ കൺട്രീസ് ഉണ്ട്. 24 കൺട്രീസിൽ ടോട്ടൽ ഉണ്ട്. നല്ല പൈസ വാങ്ങുന്നത്. അപ്പൊ ഫേസ്ബുക്കിൽ മാത്രം ഇതേപോലെ ഗൂഗിളിലും എന്ത് ചെയ്യും, ഗൂഗിൾ ആഡ്സിലും എന്ത് ചെയ്യും, ഇതേപോലെ ക്യാമ്പയിൻ വിടും. അപ്പൊ ഈ ഓരോ ദിവസവും ഈ 100 സ്റ്റാഫ് ഇല്ലേ, അവർക്ക് കാളയാണെങ്കിൽ ലീഡ് വേണം. അപ്പൊ ഒരു ദിവസം 1500 മുതൽ 2000 ലീഡ് ഒരു ദിവസം കളക്ട് ചെയ്തെടുക്കണം. എന്നാലേ പിറ്റേ ദിവസം ഈ എന്താ ടെലികാളേഴ്സിന് കാളയെ ഇതുണ്ടാവുള്ളൂ, നമ്പർ ഉണ്ടാവുള്ളൂ. ഓരോ മാർക്കറ്റിംഗ് ഫുള്ള് ഇതീ കൂടിയാണ്. ഭയങ്കര ഇങ്ങനത്തെ കമ്പനി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറെ പഠിക്കലേ. പഠിക്കാന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ആയിട്ട് നമ്മളൊന്നും ഇവിടെ നെവർ ആക്കിയ ഇതിന്റെ കാര്യം വരെ ഓരോ ചെയ്യും, അത്ര ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. അതാണ് അതിലെങ്ങനെ വെച്ചാല് ഓരോ ദിവസവും മൾട്ടിപ്പിൾ സ്ഥലത്ത് യൂണിവേഴ്സിറ്റിന്റെ ഓൺലൈൻ ആയിട്ടുള്ള വെബിനാർ ഉണ്ടാവും. ആ വെബിനാർ എന്ത് കഴിഞ്ഞാൽ പോലെ ആണെങ്കിൽ ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫേസ്ബുക്ക് പേജ്, ഇത് ഇന്ത്യന്റെ ഫേസ്ബുക്ക് പേജാ. ഇതിൽ 80,000 സംതിങ് ഒക്കെ അന്ന് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര നോക്കട്ടോ, ഞാൻ നോക്കി. ഇപ്പൊ അത് 100, 1,00,000 മേലെ കയറി. ഇതിലേ ഇവന്റ് പറഞ്ഞ സംഭവം ഉണ്ടാവും. ഇവന്റ് പറഞ്ഞാൽ ഓരോ ദിവസത്തെ പ്രോഗ്രാം പോലെ ഇവന്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് റിമൈൻഡർ ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാനോ അങ്ങനെ കറക്റ്റ് എന്ത് ചെയ്യും, ഓരോന്ന് രജിസ്ട്രേഷൻ ബട്ടണ്, ലാൻഡിംഗ് പേജ്. UK ഉള്ള കമ്പനിയാ? UK ആണ് അതിന്റെ ഹെഡ് ഓഫീസും കാര്യങ്ങളൊക്കെ വേണ്ടി UK. ഇവര് UK മാത്രമാണ് എന്തെടുക്കണുള്ളൂ, എന്താ ആളുകളെ റിക്രൂട്ട് ചെയ്യണുള്ളൂ. BBS ഒക്കെ ആയിരിക്കും അല്ലേ? കുറെ കോഴ്സ് ഉണ്ട് അവിടെ. ഒരു കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ആ യൂണിവേഴ്സിറ്റിന്റെ ഓതറൈസ്ഡ് ഡീലേഴ്സ് ആണ് അവര് UK. അപ്പൊ അതിന്റെ ആളുകൾ എന്ത് ചെയ്യും, ലൈവായിട്ട് വന്നിട്ട് ഇവർക്ക് സെഷനും കാര്യങ്ങളും ഓൺലൈൻ കൂടെ കൊടുക്കും. ആ സ്പോട്ടിൽ തന്നെ അഡ്മിഷൻ ശരിയാക്കും. അതുപോലെ മന്ത്ലി എന്തുണ്ടാവും അവിടെ, ഒരു മറ്റേ അയാത്തിലോ ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു പ്രോഗ്രാം വെക്കും. അത് കൊച്ചി നമ്മുടെ ലോക്കൽ ഏരിയയിൽ ക്യാമ്പയിൻ ചെയ്യും. ക്യാമ്പയിൻ ചെയ്ത് അതിൽ ഒരുപാട് ആൾക്കാരെ കൊണ്ടുവരും. അതിൽ നിന്ന് എന്ത് ചെയ്യും, സ്പോട്ടിൽ ഈ ഒരു 5-10 യൂണിവേഴ്സിറ്റിന്റെ എക്സിക്യൂട്ടീവ്സ് വന്നിട്ട് സ്പോട്ടിൽ കൺസൾട്ടിങ് നടത്തിയിട്ട് സ്പോട്ടിൽ രജിസ്ട്രേഷൻ അഡ്മിഷൻ എടുക്കും. അങ്ങനെ ഇതിവിടെ ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. അത് ഓരോ സ്റ്റാഫുകൾക്കിടയിലേ, കൗൺസിലേഴ്സിന്റെ ഇടയിലേ ഏറ്റവും കൂടുതൽ ആര് എന്താ ആൾക്കാരെ എടുക്കുന്നില്ല. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് കമ്മീഷനും സാലറി ഒക്കെ ഉണ്ട്. നല്ല പണി ഉണ്ടാവും. മാനേജ് ചെയ്യാൻ അത്യാവശ്യം നല്ലോണ്ട്. കാരണം എല്ലാ പ്ലാറ്റ്ഫോമിലും ഒരേപോലെ ഓടിക്കൊണ്ടേയിരിക്കുക. അത് പല രീതിയിൽ നമ്മൾ പോകുന്നത് എന്താ വെച്ചാല് കൊച്ചിയിലായിരുന്നു. ഒന്നാമത് കൊച്ചിയിലാണ്. പിന്നെ ഇവരുടെ ഒരു ടൈം പറഞ്ഞാല് എന്താ, നമ്മൾ വർക്കിംഗ് ടൈമേ തിങ്കളാഴ്ചയാണ് ലീവ് ഉള്ളൂ. എനിക്ക് ലീവ് കിട്ടുക. കാരണം എന്താ, തിങ്കളാഴ്ചയും വെള്ളിയാഴ്ച ലീവ് കിട്ടും. വെള്ളിയാഴ്ച ഒരു ബംഗ്ലാദേശ് ടീം ആയതുകൊണ്ട് ബംഗ്ലാദേശിലെ ഓഫീസ് പോലെ വെള്ളിയാഴ്ച മാത്രം അവിടെ ലീവ്. അവിടെ പബ്ലിക് ഹോളിഡേ വെള്ളിയാഴ്ചയാണ്, ഞായറാഴ്ച ഹോളിഡേ അല്ല. അപ്പൊ ഇന്നെ സംബന്ധിച്ച് എനിക്ക് വെള്ളിയാഴ്ച ഒരു ദിവസം ലീവ് കിട്ടുക. ഞാൻ ലീവ് എടുക്കുകയാണെങ്കിൽ ഈ വെള്ളിയാഴ്ച ലീവ് എടുത്തിട്ട് എനിക്ക് ഒത്തും കാട്ടാൻ പറ്റില്ല. ഞായറാഴ്ച വർക്കിംഗ് ആണ്, ഞാൻ വർക്ക് ചെയ്യണുണ്ട്. എന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പൊ എന്റെ ടീം മെമ്പേഴ്സ് ഒക്കെ ബംഗ്ലാദേശാണ് കൂടുതലുള്ളത്. പിന്നെ കുറച്ച് വേറെ ഈജിപ്ത് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇവരായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഞായറാഴ്ച എടുക്കണം. രണ്ടാമത് പറഞ്ഞാല് എന്താ, നമുക്കൊരു ഫ്രീ ഇല്ല ശരിക്കും പറഞ്ഞാല്. ഇവിടെ ആരാ നോക്കുന്നത് കൊച്ചിയിലൊക്കെ? കൊച്ചിയില് എന്താ, ഒരു കൺട്രി മാനേജർ, ഒരു മാനേജർ ഉണ്ട്. മൂപ്പര് ഇവിടെ ഇന്ത്യന്റെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാവും മൂപ്പർക്ക്. മൂപ്പരാണ് മൊത്തത്തിൽ ഓൾ ഇന്ത്യ നോക്കണ്ടായിരുന്നു. മൂപ്പര് കൊച്ചിക്കാരനാണ്. അപ്പൊ രസം എന്താ വെച്ചാല് എന്താ, അപ്പൊ അത് കുറച്ച് റഷ് ചെയ്യുന്നു. അതെ, കുറച്ചു കാലം ഞാൻ അതിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ പിന്നെ പോരാൾ വേറെ റീസൺ എന്താ വെച്ചാല് ഇത് ഏജൻസി അല്ലല്ലോ, ഇവരത് മാത്രല്ല ചെയ്യുള്ളൂ. അങ്ങനെ പ്രശ്നമുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കൂല. ഏജൻസി ആവുമ്പോ പല പല രീതിയിൽ നമ്മൾ ചെയ്യും. ഇവിടെ പല മേഖലയുള്ള ആൾക്കാരുണ്ടാവും. പല മേഖലയിലും പല രീതിയിലും ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരൊറ്റ മോഡലാണ്. കാരണം ഇവരെ ഒരൊറ്റ സിസ്റ്റമാണ്. രണ്ടാമത്തെ ഒരു പോരാണ്ട് ഒരു റീസൺ എന്ന് വെച്ചാല് എന്താ, ഇവര് മെയിൻ മാനേജർ ഉണ്ട് ബംഗ്ലാദേശ് തന്നെ. അപ്പൊ അന്ന് ഞാനുള്ള സമയത്ത് ഇത്ര സെറ്റപ്പ് ആയിട്ടില്ല. സെറ്റപ്പ് പറഞ്ഞാൽ ഡിജിറ്റൽ ആയിട്ട്. അപ്പൊ ഇവരോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഞാൻ ബാക്കിൽ പോയാൽ മതി. ഇവരെ
ഇവരൊരു കളർ പാറ്റേൺ ഉണ്ടായിരുന്നു. ഇപ്പൊ ലോഗോ ഒക്കെ ചേഞ്ച് ചെയ്താ. അന്ന് ഓല പാറ്റേൺ ഒരു ഇമേജോ ഡിസൈനോ ഒന്നും മാറ്റൂല. അത് മാറ്റാത്തതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാല് എന്താ ഈ ഒരു പാറ്റേൺ ആണ് അവരെ പഴയ പാറ്റേൺ. ഈ ഒരു പാറ്റേൺ പോലും എന്ത് ചെയ്യൂല, ഡിസൈനും കാര്യങ്ങളും ഒന്നും മാറ്റൂല. അത് മാറ്റാത്തതുകൊണ്ട് തന്നെ ഇമേജ് ഒക്കെ ഇവിടെ പോയി. ഫോട്ടോസ് ഇതാണ് ഇതിന്റെ ഓണർ. ഇയാള് ബംഗ്ലാദേശ് തന്നെയാണ്. ഇവനാണ് അവിടെ കൊച്ചിയിലുള്ളത്. ബാക്കിയുള്ളൊക്കെ അവിടെ ഉള്ള. അപ്പൊ രസം എന്താ വെച്ചാലേ ഇവര് എന്താ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വിഷയമുണ്ട്. അതായത് നമ്മള് ഐഡിയാസും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യൂല. കാരണം നമ്മളെ കേരളത്തിൽ ക്യാമ്പയിൻ ചെയ്യണമെങ്കിൽ നമ്മളെ ഇവിടുത്തെ ആൾക്കാരെ സ്വഭാവത്തിനും രീതിക്കും അനുസരിച്ച് ചെയ്യണ്ടേ. ഓല് തന്നെ ബംഗ്ലാദേശിലെ കാഴ്ചപ്പാടാണ്. അത് ഇവിടെ നടക്കൂല എന്നുള്ള രൂപത്തിൽ എങ്ങനെ പറഞ്ഞാലും അംഗീകരിക്കൂല. അന്ന് എന്നും ഒരു പ്രശ്നമായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ പോന്നതിന് ശേഷം ആളൊക്കെ മാറ്റി ഇപ്പോൾ ലോഗൊക്കെ റീബ്രാൻഡ് ചെയ്ത് ഇപ്പൊ മലയാളം, അന്ന് മലയാളം ചെയ്യൂല, ഒരിക്കലും നിബന്ധന ഒന്നും മലയാളം ചെയ്യൂല. ഞാൻ പറഞ്ഞു നിങ്ങൾ കേരളത്തിൽ ചെയ്യണമെങ്കിൽ മലയാളം ചെയ്യണം. പ്രത്യേകിച്ച് മലബാറില് കേരളം മൂന്നായി ഡിവൈഡ് ചെയ്ത് ഞാൻ ഇവിടെ അനലൈസ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായ മൂന്ന് സംഭവങ്ങളാ. ഒന്ന് മലബാറ്, നമ്മുടെ മലപ്പുറം, പാലക്കാട്, ഇവിടെ കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ ഏരിയ. പിന്നെ ഒന്ന് കൊച്ചി, തൃശ്ശൂര് അങ്ങനെ ഏരിയ. ഒന്ന് തിരുവനന്തപുരം, കോട്ടയം, ആ ഏരിയ. ഈ മൂന്നും മൂന്ന് സ്വഭാവമാണ് ഓഡിയൻസിന്. മലബാറില് നമ്മുടെ നാട്ടില് ഈ മലബാർ ഏരിയയില് എന്താ അബ്രോഡ് സ്റ്റഡി പോകേണ്ടവർക്ക് കോളേജ് ഏതാണെന്നൊന്നും വിഷയമില്ല. ഓർക്ക് ഏറ്റവും കുറഞ്ഞ പൈസയിൽ UK പോയാൽ മതി. മലബാർ ഏരിയ ഇവിടെ കോളേജ് ഒന്നും വിഷയമല്ല. ഇവർക്ക് ഏറ്റവും കുറഞ്ഞ പൈസ അവിടെ എത്തണം, അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യണം, UK പോയി പഠിക്കണം, അവിടെ ജോലിക്ക് പോകണം. ഇവിടെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, UK പോകേണ്ടത്. നേരെ മറിച്ച് കോട്ടയം കൊല്ലും ഉള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞാല് അവരെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും അവിടെ പഠിക്കുന്നുണ്ടാവും, അവിടെ നേഴ്സായിട്ടോ ഡോക്ടറായിട്ടോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അവര് പറഞ്ഞു കൊടുത്ത അറിവ് വെച്ച് ചെറിയ കുട്ടിയാകുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഓരോ കോളേജ് മനസ്സ് കണ്ടിട്ടുണ്ടാവും. ആ കോളേജ് UK കാനഡയിലൊക്കെ ഉള്ള ആ കോളേജ് ഡ്രീം ചെയ്തിട്ടാണ് ഒരു പഠിച്ചു വളരുന്നത് തന്നെ. അവർക്ക് ആ കോളേജ് മാത്രമേ ഒരു ഇട്ടുള്ളൂ. അതേപോലെ തന്നെ ആ ഭാഗത്തുള്ള ആളുകൾ ഓരോ കോഴ്സ് കണ്ടിട്ടുണ്ടാവും. ഒന്നെങ്കിൽ നഴ്സിങ്ങോ അതല്ലെങ്കിൽ MBA, ഏതെങ്കിലും ഒരു കോഴ്സ്. ആ കോഴ്സ് മാത്രമേ ഒരു എടുക്കുള്ളൂ. ആ കോഴ്സിന് മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു ഫോക്കസ് ചെയ്യേണ്ടത്. അത് ഇന്ന യൂണിവേഴ്സിറ്റിയിലെ ഇന്ന കോഴ്സ് അത് പഠിക്കണം എന്നുള്ള ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് അവർക്ക് കോളേജോ അല്ലെങ്കിൽ കോഴ്സോ ബേസ് ചെയ്തുള്ള ക്യാമ്പയിൻ ഓടിക്കണം. നമ്മുടെ നാട്ടില് UK ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ എന്ത് ചെയ്യാൻ പറ്റണം, IELTS ഇല്ലാതൊക്കെ പോകാൻ പറ്റണം എന്നുള്ള രൂപത്തിൽ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. രണ്ടാമത്തത് നമ്മളിവിടെ ലോക്കൽ ലാംഗ്വേജിൽ ക്യാമ്പയിൻ ഓടണം. ഇവിടെയുള്ള കോമ്പറ്റേറ്റർ ഒക്കെ ലോക്കൽ ലാംഗ്വേജിൽ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അന്ന് ഞാൻ ഇവരോട് കുറെ പറഞ്ഞു, ഇവരെന്ത് പറഞ്ഞിട്ടുണ്ടെന്നില്ല, സമ്മതിക്കണില്ലായിരുന്നു. പിന്നെ ഞാൻ പോകുന്നതിന്റെ ഒക്കെ ശേഷം പിന്നെ ഓർക്ക് കാര്യം മനസ്സിലായി. ഇപ്പൊ ഫുള്ള് മലയാളത്തില് ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്താല് ഫുള്ള് മലയാളത്തില് വീഡിയോസ് ആണ് വരുന്നത്. മലയാളത്തിൽ നല്ല ആഡ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ സമയത്തിന് ഞാൻ ഇവിടുന്ന് പോകുന്നത്. പക്ഷെ വർക്കിന്റെ കാര്യത്തില് ഹെവി വർക്കാണ്. നല്ല കമ്പനിയാണ്. കമ്പനിയൊക്കെ അടിപൊളിയാണ്. ഒരിപ്പോൾ കോണ്ടാക്ട് ചെയ്യലൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു ഇപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. മറ്റേ ഇൻസ്റ്റാഗ്രാം ഒരു ഫോക്കസ് കുറവാണ്. ഫേസ്ബുക്കിന് കിടന്ന് കളിച്ചിട്ടുണ്ട്. പക്ഷെ ലീഡ് നല്ല കൊടുക്കും, നല്ല ലീഡ് ഉണ്ടാവും. സ്റ്റാഫ് ഉണ്ടല്ലോ. ഒരുപാട് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ മലയാളത്തിലൊക്കെ തുടങ്ങി. ഇത് ഇംഗ്ലീഷാണ്. മലയാളത്തിൽ ഇപ്പൊ ഒരുപാട് ആഡ് കിടന്ന് ഓടാൻ തുടങ്ങിയാണ്. എന്നിപ്പോ കാണും ആഡ്. ഇപ്പൊ ഒരു ലോഗോന്റെ കളർ മാറ്റിയപ്പോഴേ ഇപ്പൊ ഈ ബ്ലൂവും റെഡും പറ്റും. മറ്റേത് ഒരു ഡിസൈനർ ഉണ്ടായിരുന്നു, ഓനും ഞാനും ഞങ്ങൾ മീറ്റിംഗിൽ ഇരിക്കും. ഞങ്ങൾ പറയുന്നത് ഡിസൈനും ഇവിടുത്തെ ആളുകളൊക്കെ പറഞ്ഞാൽ ഒന്നുകൂടെ അട്രാക്റ്റീവ് ഇമേജ് വേണ്ടേ. പിന്നെ ഈ UK കാനഡന്റെ ഒക്കെ കളർ തന്നെ ഫ്ലാഗിന്റെ റെഡും വൈറ്റും ബ്ലൂ ഒക്കെയാണ്. അത് ഇവർക്ക് കൊടുക്കാൻ പറ്റൂല. പിന്നെ ഇവിടെ സെലിബ്രിറ്റീസിനൊക്കെ വെച്ചിട്ട് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുറെ അതുപോലെ ആഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോ.
മുമ്പത്തെ ഇമേജ് ഒക്കെ മുമ്പത്തെ ഒരു ഞാൻ മനസ്സിലായി ഇതൊക്കെ പുതിയതായി മുമ്പ് ഉണ്ടായതിന്റെ പോലെ ഇമേജ് ഉണ്ട്. ഇതാണ് അതിന്റെ മെയിൻ ഒരു ഓണർ കേട്ടോ. രണ്ട് പാർട്ട്നേഴ്സ് ആണ്. ഒന്ന് മൂപ്പരും ഒന്ന് വേറെ ആളാണ്. മൂപ്പര് ഇവിടെ ഇങ്ങോട്ട് കൊച്ചിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് പോലെ പഴയ ലോഗോ ഉണ്ടോ? ഓൾഡ് ലോഗോ അതാണ്. ഈ ഒരു കളർ പാറ്റേണിൽ അന്ന് ഒരു ചെയ്യുള്ളൂ. ഇത്രയും പോലെയാണ് ഞാനുള്ള ഇത് അതിന്റെ ശേഷമുള്ള. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്തു, സെറ്റപ്പ് ആക്കി, അപ്ഡേഷനൊക്കെ വന്ന് നൂറ് ഉഷാറാക്കി. എന്റെ ബർത്ത്ഡേ പാർട്ടി ഒക്കെ ഗ്രാൻഡ് ആക്കി കഴിച്ചിനോടെ എന്തെങ്കിലും ഉണ്ടാവും അതിന്റെ വീഡിയോസ് ഒക്കെ. അപ്പോഴേ അപ്പൊ അതോടൊക്കെ നമ്മള് വിഷയത്തിൽ നിന്ന് പോകുന്നു അല്ലെ. നമ്മൾ നോക്കാം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ, ബഡ്ജറ്റ് കൊടുക്കുക. ബഡ്ജറ്റ് ഒരു മാസമൊക്കെ ആകുമ്പോഴേ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് കൊടുക്കണേണ്ടി വരും. ലീഡിന് അത്യാവശ്യം നല്ല കോസ്റ്റ് വരും. പിന്നെ ലൊക്കേഷൻ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്യാ, ഇവിടെ ഞാൻ മലപ്പുറം കൊടുത്തു. ഓഡിയൻസും ലൊക്കേഷനൊക്കെ സെയിം ആണ്, അതിലൊന്നും മാറ്റങ്ങളില്ല. ഓഡിയൻസും നമ്മൾ സാധാരണ ചെയ്യൂലേ അതേപോലെ തന്നെയാണ്. അതിലൊന്നും മാറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ സേവ്ഡ് ഓഡിയൻസ്, നമുക്ക് ഓഡിയൻസ് ഓൾറെഡി നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സേവ്ഡ് ഓഡിയൻസ് ഉണ്ടാവും. അപ്പൊ എടുത്താല് ഡ്രീം ഫിറ്റ് ഉണ്ടാവും. ഓൾറെഡി ഞാൻ സേവ് ചെയ്ത ഓഡിയൻസ് ഉണ്ട്. ഓഡിയൻസിനെ നമുക്ക് ഓരോ പേരാക്കി സെറ്റ് ആക്കണേ. സേവ് ചെയ്തേക്കാം. അവിടെ താഴത്ത് കാണാൻ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ പിന്നെ തപ്പി ഉണ്ടാക്കി എടുക്കണ്ട, അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ലൊക്കേഷനോ കാര്യങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താനും പറ്റും. ബാക്കിയൊക്കെ സെയിം ആണ്. ഇതിലിപ്പോ പ്രധാനമായിട്ടുള്ള സംഭവം എന്താ വെച്ചാല്, ആഡ് സെറ്റിൽ വന്നു കഴിഞ്ഞാല് ഇവിടെ നമുക്ക് ഇമേജ് ആഡ് ചെയ്യാം. ഇമേജ് ആഡ് ചെയ്തിട്ട് എന്താ പറയാ, ഒരു ലീഡ് ഫോം ക്രിയേറ്റ് ചെയ്യാണ്ട്. അതാണ് ഇപ്പൊ ഇതിൽ അഡീഷണൽ വരുന്ന സാധനം. ഈ ഇമേജ് ഒന്നും ഇവരെ അയക്കൂല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ 10ഓളം ഇമേജ് കൊടുക്കട്ടോ, മാറി മാറിയിട്ട് എന്തെങ്കിലും കാണിച്ചോളൂ. അപ്പൊ നമ്മളിങ്ങനെ ഇമേജ് കാര്യം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഇതുപോലെ വരും. അത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ആളുകൾക്ക് അനുസരിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഓട്ടോമാറ്റിക് കാണിച്ചു കൊടുത്തോളും. പിന്നെ ഇവിടെ പ്രൈമറി ടെക്സ്റ്റ്, ഹെഡ്ലൈന്, ഡിസ്ക്രിപ്ഷന് കാര്യങ്ങൾ കൊടുക്കുക. ബട്ടണ്, രജിസ്ട്രേഷൻ, അപ്ലൈ ആവുന്ന എന്തെങ്കിലും കൊടുക്കുക. ഇതിൽ വ്യത്യസ്തമായ സാധനം ഉള്ളത് ഈ ഇൻസ്റ്റന്റ് ഫോം ആണ്. കണ്ടോ, ഇതാണ് ഇൻസ്റ്റന്റ് ഫോം എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യാം, ഒരു ഫോം ക്രിയേറ്റ് ചെയ്യണം. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഈ ഫോം പറഞ്ഞ ഗൂഗിൾ ഫോം ആയിട്ടുള്ള ഫോം അല്ലേ? ഗൂഗിൾ ഫോം പോലെ നമ്മൾ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഒരു ഫോം വരൂലേ, ഓട്ടോമാറ്റിക് നമ്മളെ പേരും കാര്യമൊക്കെ ഫില്ല് ചെയ്തിട്ട് അത് എവിടെ സേവ് ചെയ്യാ?
അത് ഇവിടെ തന്നെ സേവ് ചെയ്ത് വെക്കാം. ഇതിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അത് പിന്നെ വേണമെങ്കിൽ എടുക്കാം, എപ്പോഴും എടുക്കാം, അവിടെ ഉണ്ടാവും. സെർച്ച് ഫോംസിൽ ഇവിടെ കിടക്കും. അപ്പൊ ഇത് അല്ല നമ്മൾ ഇവിടെ അതിലൊരു ലീഡ് വന്നാൽ എങ്ങനെ അറിയാം? എന്ത് നമ്മളെ മനസ്സിലായില്ല? ഫോം ഒരു നമ്മളെ കസ്റ്റമർ ഫില്ല് ചെയ്ത് തന്നാലേ. ആ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്യാമ്പയിന്റെ ഇവിടെ ലീഡ് ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇവിടെ നിന്ന് എന്ത് ചെയ്യാ, ഇവിടെ ടെംപ്ലേറ്റ് ഉണ്ട്. ടെംപ്ലേറ്റ് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള 2-3 മോഡൽസ് ഇതാണോ. ഫുൾ നെയിം, ഇമെയിൽ, ഫോൺ നമ്പർ ഇങ്ങനെ വരുന്നുണ്ട്. ക്വാളിഫൈ ലീഡ്. ക്വാളിഫൈ ലീഡ് ആകുമ്പോൾ 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടേ നമ്മളെ ഈ ആളുകളുടെ 2-3-4 ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ ഒന്നും കൂടെ ക്വാളിറ്റി കൂടും ലീഡ്. പിന്നെ ഓഫർ ആൻഡ് ഗേറ്റഡ് കണ്ടന്റ് എന്തെങ്കിലും ലാസ്റ്റ് വരുന്ന സെഷൻ ഇങ്ങനെ കയറാം. ക്യാപ്ചർ ഐ എൻഡ് കസ്റ്റമർ ഇങ്ങനെ എന്ത് ചെയ്യുക, കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ടൈപ്പ്. അങ്ങനെ 2-3 മോഡൽസ് ഉണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ടൈപ്പ് ആണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക, ഇതിപ്പോ ഓരോ പേജാ, ഇത് സെലക്ട് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓൺ സാധനം ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ ക്രിയേറ്റ് എന്ന് കൊടുക്കുക. ഇവിടെ ഫോമിന് പേര് കൊടുക്കുക. ഇപ്പൊ ഞാനിവിടെ ഡ്രീം ഫിറ്റ് ലീഡ്സ് എന്തെങ്കിലും നമ്പറോ ഡേറ്റ് കൊടുക്കണേ അങ്ങനെ കൊടുക്കുക. കുറെ ഫോമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മാറിപ്പോവാതൊക്കെ. എന്നിട്ട് ഇവിടെ ഹയർ ഇന്റന്റ്, മോർ വോളിയം, റിച്ച് ക്രിയേറ്റീവ് എന്നുള്ള 3 ഓപ്ഷൻസ് ഉണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ മോർ വോളിയം എന്ന് പറയുമ്പോൾ യൂസ് എ ഫോർമാറ്റ് ക്വിക്ക് ഫിൽ ആൻഡ് സബ്മിറ്റ് മൊബൈൽ ഡിവൈസ്. മൊബൈലിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഹയർ ഇന്റന്റ് ആകുമ്പോൾ ആഡ് റിവ്യൂ സ്റ്റെപ്പ് ഗീവ് പീപ്പിൾ ചാൻസ് കൺഫേം ദർ ഇൻഫർമേഷൻ. അവർക്ക് ആളുകൾക്ക് കൺഫർമേഷൻ ഒക്കെ കൊടുത്തിട്ട് ഫില്ല് ചെയ്തത് കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിച്ച് പോകുന്ന രീതിയിൽ. റിച്ച് ക്രിയേറ്റീവ് ആകുമ്പോൾ ഡിസൈനൊക്കെ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ഹെഡ്ലൈനും ഇമേജ് ഒക്കെ കൊടുത്തിട്ട് ഡിസൈൻ ആക്കിയിട്ട് എന്ത് ചെയ്യുക, ക്രിയേറ്റീവ് ആക്കിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് പേജ് കേട്ടോ, ഫസ്റ്റ് പേജ് ആണിത്. അപ്പൊ നമുക്ക് ഇതിൽ ഏത് മോഡൽ വേണമെന്നുള്ളത് സെലക്ട് ചെയ്യുക. രണ്ടാമത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇവിടെ എന്തെങ്കിലും കൊടുക്കുക, അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണേ, ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഡ്രീം ഫിറ്റ്. ഞാനിവിടെ ഒരു ഇമേജ് ബാക്ക്ഗ്രൗണ്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ ഇവിടെ ഹെഡ്ലൈൻ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കുക. ഫ്രീ കൺസൾട്ടേഷൻ എന്നുള്ള ഒരു സാധനം കൊടുത്തു. അതിനൊരു പാരഗ്രാഫിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒരു കണ്ടന്റ് ഡ്രീം ഫിറ്റ്. ഓരോ കുറച്ച് കണ്ടന്റും കാര്യങ്ങളും എന്ത് ചെയ്തു കൊടുത്തു. ഇത് നമുക്ക് ലിസ്റ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ഇത് ലിസ്റ്റ് ആയിട്ട് തന്നെ കൊടുക്കട്ടോ. അങ്ങനെ ഓരോന്നും ഓരോ പോയിന്റ് ആയിട്ട് കൊടുക്കുക. ഇതല്ലെങ്കിൽ പാരഗ്രാഫ് കൊടുക്കുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് അടിച്ച് കുറച്ച് നമുക്ക് ആളുകൾക്ക് എന്തൊക്കെയാണ് അവരുടെ ഡാറ്റാസ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം, ലോഡ് ആവുക. ആ ഹലോ, ഉണ്ട്. ഓക്കെ ഞാനീ കട്ടായല്ലേ, കാണുന്നുണ്ടാ? കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ, ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അതുപോലെ ഡിസ്ക്രിപ്ഷന് ലിസ്റ്റ് ആയിട്ട് അങ്ങനെ കൊടുക്കുക. പിന്നെ ക്വസ്റ്റ്യൻസ് എന്ന ഓപ്ഷനാണ്. ഈ ക്വസ്റ്റ്യൻസ് എടുക്കുക. അതോടാവില്ലല്ലോ. ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, അവരുടെ ഫുൾ നെയിം, ലാസ്റ്റ് നെയിം, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി എന്തൊക്കെ വേണമെങ്കിൽ അത് കൊടുക്കുക. അതെന്താ ലോഡാവാത്തത്?
നെറ്റ് ഒന്ന് കട്ടായപ്പോ ഫോൺ ഓഫ് ആയത്, ലോഡ് ആവില്ല. ഓക്കെ, അപ്പോ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. പിന്നെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നോർമലി എന്തുണ്ട്, ഇമെയിൽ ഐ ഡി വരുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ വലിച്ചിട്ട് കൊടുത്താൽ മതി. നമുക്ക് എങ്ങനെയൊക്കെ വേണം ഓർഡർ കേട്ടോ. ഇവിടെ കോണ്ടാക്റ്റിൽ ഫോൺ നമ്പർ നമുക്ക് വേണം. അതുപോലെ തന്നെ അവരെ സ്ട്രീറ്റ് അഡ്രസ് അല്ലെങ്കിൽ സിറ്റി അല്ലെങ്കിൽ പിൻകോഡ് അങ്ങനെ. പിന്നെ അതുപോലെ വർക്കിന് ജോബ് ടൈറ്റിലോ ജോബ് നമ്പർ അല്ലെങ്കിൽ ജോബിന്റെ കമ്പനി നെയിം, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മെറിറ്റ് സ്റ്റാറ്റസ്, റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ നാഷണാലിറ്റി ബേസ് ചെയ്തുള്ള ഐഡികള്, ഓരോ കൺട്രീസിന്റെ ഐഡീസ്. നമുക്ക് എന്തൊക്കെയാ വേണമെന്ന് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഓർഡർ ചെയ്യാൻ പറ്റും. ഇവിടെ ഫസ്റ്റ് ഇമെയിൽ, ലാസ്റ്റ് ഫുൾ നെയിം, നമ്പർ, സിറ്റി, ഇമെയിൽ. ഞാൻ ഈ മൂന്ന് കൊടുത്ത ഇവിടെ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാം. ഫില്ലിൻ ദ ഫോം അല്ലെങ്കിൽ എൻഡ് യുവർ വാല്യൂഡ് ഇൻഫർമേഷൻ. ഇവിടെ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാം, അത് ഇവിടെ വരും. എന്റെ യുവർ വാല്യൂഡ് ഇൻഫർമേഷൻ എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ദെൻ അടുത്തത്, അപ്പൊ നമുക്ക് വേണ്ട സംഭവങ്ങളായി. അടുത്തത് പ്രൈവസി പോളിസിയാണ്. പ്രൈവസി പോളിസിയിൽ നമ്മളെ വെബ്സൈറ്റിലെ എല്ലാവരുടെ വെബ്സൈറ്റിലും ഉണ്ടാവും പ്രൈവസി പോളിസി എന്ന് പറഞ്ഞ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ കൊടുക്കാം. അതില്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്കോ അങ്ങനെ ഏതെങ്കിലും ലിങ്ക് കൊടുക്കാം. കാരണം അത് പ്രൈവസി പോളിസിന്റെ ലിങ്ക് ആണ് ഇവിടെ കൊടുക്കേണ്ടത് ശരിക്കും. അത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ എന്ത് പേരിലാണ് കാണിക്കേണ്ടത്, അവിടെ വെബ്സൈറ്റ് എന്നോ അല്ലെങ്കിൽ പ്രൈവസി പോളിസി എന്തെങ്കിലും കൊടുക്കുക. അതുപോലെ കസ്റ്റമർ ഡിസ്ക്ലൈമർ ഉണ്ടെങ്കിൽ ഡിസ്ക്ലൈമർ കൊടുക്കട്ടോ. ദെൻ ലാസ്റ്റ് സെഷൻ ആണ് താങ്ക് യു ഓൾ സെറ്റ് എന്നുള്ള രൂപത്തിലൂടെ കണ്ടന്റ് വരും. അത് തന്നെ മതിയെങ്കിൽ ഓക്കെ എടുക്കുക. യു ക്യാൻ വിസിറ്റ് അവർ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അപ്പോൾ ഇവിടെ കാൾ ബട്ടണെ വരും. കാൾ നൗ എന്നിരിക്കാണ്ട് നമുക്ക് എന്തെങ്കിലും കൊടുക്കുക. കാൾ നൗ എന്ന് കൊടുത്താൽ നമ്മൾ ക്ലിക്ക്, ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കുകയാണെങ്കിൽ നേരിട്ട് കാള് പോകും അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോകും. അതും അല്ലെങ്കിൽ ഫയൽ വ്യൂ, നമുക്ക് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യാനുള്ള PDF ഇമേജ് ഒക്കെ ആണെങ്കിൽ അതിന് ക്ലിക്ക് ചെയ്താൽ വ്യൂ നോക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഡൗൺലോഡ് ഉണ്ടാവുന്ന കൊടുത്താൽ നമ്മളെ PDF കാര്യങ്ങളോ അവർക്ക് ഡൗൺലോഡ് ആവും. ബ്രോഷറോ കാര്യങ്ങളോ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ 3 രീതിയിൽ ഇവിടെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, വെബ്സൈറ്റ് കൊടുത്തു. വെബ്സൈറ്റിന്റെ ലിങ്ക് അപ്പൊ ഇങ്ങനെ കൊടുത്തു. അപ്പൊ ഇവിടെ ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്യുക. ഇനി ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ഇത് ഫില്ല് ചെയ്താൽ ഇത് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസ് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് കസ്റ്റം ക്വസ്റ്റ്യൻസ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ ക്വാളിറ്റി കിട്ടും. ഇപ്പൊ ഈ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫസ്റ്റ് പേജിൽ തന്നെ ആണെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ആൻസറുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഡേറ്റോ കാര്യങ്ങളൊക്കെ ഒരു കൺഫേം ചെയ്യാം. അപ്പോൾ ഒരു 1 വീക്കുള്ള പ്രോഗ്രാം ആണെങ്കിൽ അറ്റൻഡ് ചെയ്യാനൊക്കെ ഇവർക്ക് എന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൊടുക്കുക. അങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഇപ്പോ മൾട്ടിപ്പിൾ ആൻസർ, ലോജിക്, ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ, എന്റെ യുവർ ഏജ് എന്ന് കൊടുത്തു. അപ്പോ 21 to 30, 40 ഇങ്ങനെ നമുക്ക് 2-3 ചോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ സെലക്ട് ചെയ്യും. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോട് പിന്നെ നേരിട്ട് പിന്നെ ഫോമുക്ക് പോകണോ അതല്ലെങ്കിൽ ക്ലോസ് ചെയ്യണോ
പക്ഷെ ഇതിലിപ്പോ നമുക്ക് ആപ്റ്റ് അല്ലാത്ത ആളുകളുണ്ട്. ഇപ്പൊ നമുക്ക് 21 വയസ്സിന്റെ 30 വയസ്സ് വരെയുള്ള ആളുകൾ ആവശ്യമില്ല. ഒരു ലീഡ് വേണ്ടെങ്കിൽ ഇത് നേരെ ക്ലോസ് കൊടുത്താൽ മതി. അപ്പൊ ഫോം ക്ലോസ് ആവും. ഓർക്ക് സബ്മിറ്റ് ചെയ്യില്ല. അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത ലീഡ് കിട്ടൂല. അതുപോലെ ഇപ്പൊ നമുക്ക് ഇപ്പൊ 21 to 31 അപ്പൊ അവിടെ വേറെ എന്തെങ്കിലും മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് ഓർക്ക് പിന്നെ ഓർക്ക് സെപ്പറേറ്റ് വേറെ ക്വസ്റ്റ്യൻസ് കൊടുക്കുക. ഈ കാറ്റഗറിക്ക് മാത്രം നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്രിയേറ്റ് ന്യൂ ക്വസ്റ്റ്യൻസ് ഇവിടെ ക്വസ്റ്റ്യൻസ് കൊടുക്കുക. അപ്പോ ജോബ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഓട്ടോമാറ്റിക് 21 to 30 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓരോടും എന്ത് ചെയ്യും, എന്റർ യുവർ ജോബ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെ നമുക്ക് ഓരോ ആൾക്കാരുടെ ഡിഫറെന്റ് ടൈപ്പിൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഇതൊക്കെ ആൻസർ ചെയ്താലാണ് അവരെ പേരും ഡീറ്റെയിൽസും എന്ത് ചെയ്യുള്ളൂ, ചോദിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വരുന്ന എന്താ ലീഡാണെങ്കിൽ അതൊന്നും കൂടെ ക്വാളിറ്റി കൂടും. പിന്നെ ഒരു സംഭവം എന്താ വെച്ചാൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഓട്ടോമാറ്റിക് ഫില്ല് ചെയ്യും. ഇതുപോലെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മളൊക്കെ എന്ത് ക്യാമ്പയിൻ ചെയ്യല്, ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യല്, ഈ ഫോം കൊടുക്കൂല. ഇത് കൊടുക്കാതെ ഇവിടെ എന്ത് ചെയ്യില്ല, ഈ ഇൻഫർമേഷൻസ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവിടെ എടുക്കൂല. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഫില്ല് ചെയ്യല്ലേ. അപ്പൊ ഇത് വേണ്ട. അപ്പൊ നമുക്ക് ഏറ്റവും നല്ലത് എന്താ വെച്ചാല് ഇവിടെ എന്ത് ചെയ്യും, ഷോർട്ട് ആൻസർ ഉണ്ട്. ഇതിൽ നമ്മൾ ചോദിക്കും, ഇവിടെ പറയുന്നത് എന്റെ യുവർ നെയിം എന്ന് ഉപയോഗിക്കും. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻസ് ഷോർട്ട് എന്റെ യുവർ മൊബൈൽ നമ്പർ. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോ എന്താ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഇത് അവർ ടൈപ്പ് ചെയ്ത് തരണം, നെയിമും മൊബൈൽ നമ്പറും ലൊക്കേഷനൊക്കെ. അപ്പൊ ഒരാള് പോലെ ഫോൺ നമ്പറും കാര്യങ്ങളും ടൈപ്പ് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ ആ ആള് കൈ അട്ടിക്കാണ്ടൊന്നും അറിയാതെ വരില്ല. ജെന്യൂൻ ആയിട്ട് ആള് ഇൻട്രസ്റ്റോട് കൂടെ അടിച്ചു തരുന്നത് മാത്രമേ ലീഡ് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ക്വാളിറ്റി ഉള്ള ലീഡ് കിട്ടും. മനസ്സിലായില്ല? ഡിഫറൻസ് മനസ്സിലായില്ലേ? ഹലോ? മനസ്സിലായി മനസ്സിലായി. ഓക്കെ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോം ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക. പ്രൈവസി പോളിസി എൻഡിങ് പേജിൽ എങ്ങനെ കൊടുക്കേണ്ടതെന്നുള്ളത് കൊടുക്കുക. താങ്ക് യു എന്നുള്ള രൂപത്തിൽ കൊടുക്കുക. എന്നിട്ട് ഇവിടെ സെറ്റിംഗ്സിൽ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ, ഇതും കൂടെ ശ്രദ്ധിക്കണം. ഇതിലൂടെ ഷെയറിംഗ് റിസ്ട്രിക്റ്റഡ് എന്നുള്ള ഓപ്ഷനൊക്കെ ഓൾറെഡി ഡിഫാൾട്ട് ആയിട്ട് ഉണ്ടാവുക. അതായത് ഈ ലീഡ് ഫോം ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക, ലീഡ് ക്യാമ്പയിൻ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്താല് ആ ഷെയർ ചെയ്ത് കൊടുത്ത ആൾക്ക് എന്ത് ചെയ്യൂല, ഈ ഫോം കാണിക്കൂല. അത് നമുക്ക് മാത്രമേ കാണിക്കുള്ളൂ. അപ്പൊ അത് ഇവിടെ ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുള്ളൂ, ഷെയർ ഈ ആഡ്. ഇപ്പൊ എനിക്ക് ഇൻട്രസ്റ്റ് ആയ ഒരു ജോബിനെ കുറിച്ചുള്ള ആഡ് അല്ലെങ്കിൽ ഒരു വിഷയത്തിനെ കുറിച്ചുള്ള ആഡ് ആണെങ്കിൽ ഇപ്പോ ഇതേ ഇൻട്രസ്റ്റിൽ എന്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ അവനക്ക് അത് ഷെയർ ചെയ്ത് കൊടുത്താൽ അവനക്ക് ഫോം വരില്ല. അപ്പൊ അത് വരണമെങ്കിൽ ഇവിടെ ഓപ്പൺ എന്നുള്ള ഇട്ട് കൊടുത്താലാണ് എന്ത് ചെയ്യുള്ളൂ, ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എനി വൺ ക്യാൻ സബ്മിറ്റ് ദീസ് ഫോം, ആർക്കും ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഇത് നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഫീൽഡിലൂടെ കാണിക്കും. പിന്നെ ഇത് നമ്മൾ CRM സോഫ്റ്റ്വെയർ ഉണ്ടാവും. ഈ എന്താ ഇപ്പൊ നമുക്ക് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന കമ്പനിന്റെ സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. ഈ സോഫ്റ്റ്വെയർസിൽ നമുക്ക് ലീഡ് ഫോമിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. API ഇന്റഗ്രേഷൻ അത് വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിലൊരു പാരാമീറ്റർ ഉണ്ടാവും, അത് ഇതിൽ കൊടുക്കുക, പാരാമീറ്റർ വാല്യൂ ഇവിടെ കൊടുക്കുക. അങ്ങനെ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്ന ലീഡ് സ്പോട്ടിൽ എന്ത് ചെയ്യും, നമ്മളെ CRM സോഫ്റ്റ്വെയറിൽ കയറും. അത് ആ സോഫ്റ്റ്വെയറിൽ ഡെവലപ്പേഴ്സ് എന്ത് ചെയ്യും, നമുക്ക് കോൺഫിഗർ ചെയ്ത് തരുന്ന സാധനമാണ്. അപ്പൊ ഓല നമുക്ക് എന്ത് തരാ വെച്ചാല് ഇവിടെ ഒരു കോഡ് നമ്പറും കാര്യം വാല്യൂ തരും. അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ സിങ്ക് ചെയ്യുക. അപ്പൊ അത് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഓരോ ലീഡ് വന്നാലും സ്പോട്ടിൽ നമ്മൾ സോഫ്റ്റ്വെയർക്ക് കയറും. അതുകൊണ്ട് ഡിലേ ഉണ്ടാവില്ല. ഇതിലാകുമ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. CRM സോഫ്റ്റ്വെയർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാതെ തന്നെ എന്ത് ചെയ്യും, സ്പോട്ടിൽ ലീഡ് കയറി കഴിഞ്ഞാൽ നമുക്ക് വരും. എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇങ്ങനെ വരും. ഇവിടെ ലോജിക്കലി വെറുതെ സാമ്പിൾ കൊടുത്തു. ദെൻ ക്രിയേറ്റ് ഫോം കൊടുക്കുക.
സോഫ്റ്റ്വെയറിൽ CRMന്റെ ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. CRMന്റെ ഉം. ഈ CRMല് ഈ ലീഡ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇവിടെ വരുന്ന ലീഡ് ഫാസ്റ്റ് ആയിട്ട് നിങ്ങളെ CRM ഉം. സോഫ്റ്റ്വെയർ കിട്ടും. അപ്പൊ അതിനായിട്ട് എന്ത് ചെയ്യണ്ട, മെനക്കെടേണ്ട ഉം. ആവശ്യമില്ല. കിട്ടിയോ? ഉം. ഉം. അപ്പോ ഈ CRM സോഫ്റ്റ്വെയർ എന്താ ചിലർ പറയും? CRM സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ബിസിനസിന്റെ അക്കൗണ്ട്സും കാര്യങ്ങളും മാർക്കറ്റിംഗ് ഇതൊക്കെ മാനേജ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. അത് പല കമ്പനിക്കും സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പൊ അതിലെന്താ വെച്ചാല് ഇപ്പൊ ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ ആ ലീഡ് എൻക്വയറി കയ്യിൽ വരും. അപ്പൊ മാർക്കറ്റിംഗ് സ്റ്റാഫിനെ കിട്ടും. അവർക്ക് അത് സ്പോട്ടില് വിളിച്ച് അതിന്റെ സ്റ്റാറ്റസ് അതിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഓണർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കറക്റ്റ് അറിയാൻ പറ്റും. എത്ര എൻക്വയറി ഇന്ന് വന്നു, അതിൽ എത്ര ഫോളോ അപ്പ് നടത്തി, അതിന്റെ റിപ്ലൈ ആൻസർ ഇതാണ്, ഫിനാൻഷ്യലി ഉള്ള സ്റ്റാറ്റസ്, മാർക്കറ്റിംഗ് സ്റ്റാഫിന്റെ ഓരോ സ്റ്റാഫിന്റെ ഓരോ വർക്കിന്റെ സ്റ്റാറ്റസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് CRM സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ കണ്ടന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്ന് പറയും. അല്ലെങ്കിൽ ERP സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ നമ്മുടെ ബില്ലിങ്ങിന്റെ. ആ, ആ. ആ ചിലത് ERP ഇതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ERP തന്നെ ചിലത് ERP കണക്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. ബില്ലിങ്ങിന്റെ കൂടെ തന്നെ കംപ്ലീറ്റ് മാനേജ്. അപ്പൊ ആ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ പറ്റും. ഫേസ്ബുക്ക് പേജ് അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന സാധനങ്ങളെ ലീഡ്സും കാര്യമൊക്കെ എന്ത് ചെയ്യും, സ്പോട്ടിൽ അയക്ക് വരും. എന്നിട്ട് ആ ഫോം ഇവിടെ എന്ത് ചെയ്യാം, ഇപ്പൊ എന്തായി ക്രിയേറ്റ് ആയ ലോജിക്കലി ഉള്ള സാമ്പിൾ കാണിച്ചു. ഇവിടെ ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇങ്ങനെ ഫോം ക്രിയേറ്റ് ആവും. എന്നിട്ട് ആ ഫോം എന്ത് ചെയ്യുക, ഇവിടെ ടിക്കറ്റ് കൊടുക്കാം. അപ്പൊ ആ ഫോം ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമ്പയിനിൽ എന്ത് ചെയ്യും, ഇപ്പൊ ഇനി ഹെഡ്ലൈനും കാര്യം കൊടുക്കട്ടെ. ഇവിടെ ഞാനൊരു ടെക്സ്റ്റ് കാര്യങ്ങൾ കൊടുത്തു. പിന്നെ ഇവിടെ ഞാൻ ഹെഡ്ലൈന് കൊടുത്തു. അതല്ലെങ്കിൽ ഇവിടെ ബട്ടൺ എന്ത് ചെയ്യണം, മോർ സബ്സ്ക്രൈബ്, അപ്ലൈ നൗ, ബുക്ക് നൗ എന്ന് കൊടുത്തു. അപ്പൊ കണ്ടപ്പോ നമ്മളെ ആഡ് വരുന്നത് ഈ രൂപത്തിലാണ്. ഇവിടെ ഹെഡ്ലൈൻ വരും, മെഡിസിൻ്റെ അകത്ത് ജീവിതം, ബുക്ക് നൗ, വർഷങ്ങൾ, ഇവിടെ ഡിസ്ക്രിപ്ഷന്. അപ്പൊ ഇവിടെ ബുക്ക് നൗ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഓർക്ക് ഈ ഫോം ആണ് ഓപ്പൺ ചെയ്യുക. ഈ ഫോം ഓപ്പൺ ചെയ്യും. അപ്പൊ ഓല് ഇതോടെ ഫില്ല് ചെയ്ത് അപ്പൊ നമുക്ക് അവരുടെ ഡാറ്റാസ് കിട്ടും. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇതിൽ ഇതാണ് മാറ്റം ഉള്ളത്. ഇനി ഇതല്ലാതെ ഈ ആഡ് ഫോം അല്ലാതെ പിന്നെ ഉള്ളത് ഇവിടെ മെസ്സഞ്ചർ, ഇൻസ്റ്റഗ്രാം മെസ്സേജ്, അതുപോലെ കാൾസ്, ആപ്പ് കാര്യങ്ങളാണ്. കാളിന്റെ ഒക്കെ നോർമലി എല്ലാത്തിനുള്ള പോലെ തന്നെ വെബ്സൈറ്റ് ആണെങ്കിലും വെബ്സൈറ്റിന് ലിങ്ക് കൊടുക്കുക. വെബ്സൈറ്റിന് ലിങ്ക് കൊടുക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ മെസ്സഞ്ചർ ആണെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ ലീഡ് ഫോം ചെയ്തില്ലേ, ഈ ലീഡ് ഫോം ചെയ്ത പോലെ തന്നെ മെസ്സഞ്ചറിന്റെ ഉള്ളിൽ നമുക്ക് നേരത്തെ ഒരു ടെംപ്ലേറ്റ് കാണിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ ട്രാഫിക് ക്യാമ്പയിനിലൊക്കെ എങ്ങനെയൊക്കെ മെസ്സേജ് വരേണ്ടതെന്ന്. അപ്പൊ അവിടെ 2-3-4 മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ട് എൻ്റെ യുവർ നെയിം ചോദിക്കും. ഫസ്റ്റ് ഒരു വെൽക്കം മെസ്സേജ്, നെയിം ചോദിക്കും. നെയിം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ്, നമുക്ക് വേണ്ട ലീഡ് എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ ചോദിച്ചിട്ട് എടുക്കുക. അത് മെസ്സഞ്ചറിലായിരിക്കും ചെയ്യാൻ ക്വസ്റ്റ്യൻസ് വരിക. ഒരു വാട്സപ്പിലേക്ക് വരിക? വാട്സപ്പിക്കല്ല, മെസ്സഞ്ചർക്ക്. വാട്സപ്പിക്ക് കൊടുക്കാം. നമുക്ക് വാട്സപ്പിക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ സെറ്റ് ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻസ് അല്ല, അത് കൊടുത്തുകൊണ്ട് മെസ്സഞ്ചറിലേക്ക് നമുക്ക്
എങ്ങനെ? ഹലോ, അത് വാട്സപ്പിലേക്കാണോ ഫോമായിട്ടാണോ വരിക അതോ ക്വസ്റ്റ്യൻ? അല്ല ഫോം ആയിട്ടല്ല, അത് ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. സാധാരണ വാട്സപ്പിൽ ചാറ്റ് ചെയ്യൂലേ, അല്ലെങ്കിൽ മെസ്സഞ്ചറിൽ ചാറ്റ് ചെയ്യുമ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് രൂപത്തിലേ വരിക. ഫോം ആയിട്ടില്ല, ഫോം ആയിട്ട് അവിടെ വരില്ല. ഫോം ഇൻസ്റ്റന്റ് ഫോം മാത്രമേ വരുള്ളൂ. മറ്റേത് ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ വാട്സപ്പ് ചാറ്റ് ബോർഡ് മാതിരി ചാറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ ചോദിച്ചിട്ട് അവർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ നെയിം കാര്യമൊക്കെ നമുക്ക് കിട്ടും. മനസ്സിലായോ? ഹലോ, ഹലോ, ചെയ്ത് നോക്കണം അപ്പോഴാ ശരിയാവുള്ളൂ. ഒന്ന് ചെയ്ത് നോക്കണം. അപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ട് അതിന്റെ പരിപാടി, കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഇതിന്റെ ഒക്കെ പരിപാടിക്ക് ഇത് പറ്റിയ സംഭവമാണ് ലീഡ്. നല്ല ക്വാളിറ്റിയിൽ ലീഡ് എടുക്കാൻ പറ്റും. ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കുന്നില്ല. നിങ്ങൾ ഈ ട്രാവൽസിന്റെ ബിസിനസ്സിനൊക്കെ നല്ല പറ്റിയ ബിസിനസ് ആണ്. നല്ല ക്വാളിറ്റിയിലെ ലീഡൊക്കെ എടുക്കാൻ പറ്റും. അവരെ കേൾക്കുന്നുണ്ട്. ഹലോ, ആ ട്രാവൽസിന്റെ ബിസിനസ്സിനൊക്കെ പറ്റിയ പരിപാടിയാണ് എങ്ങനെ ലീഡ് ടൂറിനകത്ത് ക്യാമ്പയിന്. ലീഡ് ക്യാമ്പയിൻ കാരണം ക്വാളിറ്റിയിലെ ലീഡ് കിട്ടും. അവർക്ക് എവിടുന്ന് പോകണം, ഏത് ട്രിപ്പ് പോകണം, അവരെ പാക്കേജ് ഏത് സെലക്ട് ചെയ്യണം. എങ്ങനെയാണ് ഹലോ, ആ ആ അപ്പൊ ആ രീതിയിൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആ ചോദിച്ചിട്ട് കേൾക്കുന്നുണ്ട്. ക്വാളിറ്റി ഉള്ള എൻക്വയറീസ് എടുക്കാൻ പറ്റും. ഓക്കെ, ഹലോ. ഓക്കെ. അപ്പൊ ഇതൊന്നും എല്ലാവരും ചെയ്തു നോക്കുക ലീഡ് ക്യാമ്പയിന്. അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി, സ്ക്രീൻഷോട്ട് ഇട്ടിട്ട്. അപ്പൊ എന്തായാലും ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയില്ലെങ്കിൽ പിന്നെ ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. മറ്റേ ഇത് നിങ്ങൾ റെക്കോർഡിംഗ് അല്ലേ ഇന്നത്തെ അത്? ആ ക്ലാസ് റെക്കോർഡിങ് ഞാൻ ഇട്ടേ. ആ ഓക്കെ, ജലീൽക്ക് കേൾക്കൂലേ? പോയോ? എല്ലാം അവിടെ ഉണ്ട്, കേക്കുന്നുണ്ട്. ഇന്നലക്കത്തും മറക്കാതെ ചെയ്തു നോക്കണം കേട്ടോ. ആയിക്കോട്ടെ. ഓക്കെ. ഓക്കെ, എന്നാ അതിന്റെ പേര് ഓക്കെ. എന്നിട്ട് സബ്മിറ്റ് അടിക്കണം കേട്ടോ. സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുള്ളൂ, പബ്ലിഷ് ആവുള്ളൂ. പബ്ലിഷ് ആവുള്ളൂ. സബ്മിറ്റ് അടിക്കുക.